എന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാ മേഖലയും നോക്കി പോണേ. എനിക്ക് നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങളെ കൂടെ നിർത്താനൊക്കെ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ എൻ്റെ സാഹചര്യം മാർച്ച് മാസം കഴിയാതെ എനിക്കൊന്നും പറ്റൂല. നിന്നൊന്ന് ലാളിക്കാനൊക്കെ താല്പര്യമുണ്ട്. അതിനൊന്നും ഇപ്പം നീ തയ്യാറല്ല. എനിക്ക് പഠിച്ചില്ലെങ്കിലും വേണ്ടിയില്ല എന്നുള്ള കണ്ടീഷനാണ്. എന്നാലും ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇത് വരണ്ടേ. വാക്യത്ത് കോയ ആളുകളെ സഹായിച്ച് വീർപ്പ് മുട്ടിക്കുന്ന ഒരു നന്മമരം. ശരിക്കും പറഞ്ഞാൽ കേരളത്തിന്റെ സ്വന്തം നന്മമരം. അങ്ങനെയുള്ള വാക്യത്ത് കോയ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഈ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ, ഒരു പെൺകുട്ടിയുടെ അച്ഛൻ ഹോസ്പിറ്റലിൽ ആവുകയും ആ കുടുംബത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നതും കടം വാങ്ങിച്ചതും ഒക്കെയായി 1.5 ലക്ഷത്തോളം രൂപ ആ ഹോസ്പിറ്റലിൽ തന്നെ ചിലവാകുകയും പിന്നീട് അച്ഛനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ വീണ്ടും ഒരു 1.5 ലക്ഷം കൂടി വേണമെന്ന ആവശ്യം വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ പൈസ നൽകാൻ ആരും ഇല്ലാത്തത് കൊണ്ട് ആ പെൺകുട്ടി ഒരു വീഡിയോ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയും തന്നെ ആരെങ്കിലും സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവളെ സഹായിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ മുമ്പോട്ട് വരികയും ശരിക്കും പറഞ്ഞാൽ പകൽമാന്യനായ ആ മനുഷ്യൻ ഈ പെൺകുട്ടിയോട് പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെയും തന്നെ. ഈ പെൺകുട്ടിയുമായി ഇവർ തന്നെ കാറിൽ ഹോസ്പിറ്റലിലേക്ക് പോവുകയും അവിടെ സന്ദർശിക്കുകയും അതിനുശേഷം ഒരു ലോഡ്ജ് എടുത്ത് നമുക്ക് താമസിച്ചാലോ എന്ന രീതിയിലൊക്കെ സംസാരിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെയും തന്നെ പെൺകുട്ടി അതിൽ നിന്നും ഒഴിഞ്ഞു മാറാനും എങ്ങനെയെങ്കിലും തൻ്റെ അച്ഛനെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് നൽകണമെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ഈ മനുഷ്യൻ ഇതിൽ നിന്നും ഒന്നും തന്നെ വഴുതി മാറാതെ പല കാര്യങ്ങളും പറഞ്ഞ് തനിക്ക് ജോലി ശരിപ്പെടുത്തി തരാം എന്നുള്ള കാര്യങ്ങളൊക്കെയും തന്നെ പറഞ്ഞ് ഇതുപോലെ വാട്സപ്പിലൂടെയും ഫോൺ കോളിലൂടെയും പല കാര്യങ്ങളും പറയുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലുള്ള ഒരുപാട് നന്മമരങ്ങളായ ഞരമ്പ് രോഗികളിൽ ഒരാൾ മാത്രമാണ് ഇത് എന്ന് കരുതി എല്ലാ നന്മമരങ്ങളും ഇങ്ങനെ എന്നല്ല പറയുന്നത്. ഒരുപാട് ആളുകളുണ്ട് മറ്റുള്ളവർക്ക് അവസരം മുതലെടുത്ത് സഹായ വാഗ്ദാനം നൽകി ഇതുപോലെ ചെയ്യുന്ന ഒരുപാട് പകൽമാന്യന്മാർ. ഒരു പക്ഷേ ഫിറോസ് കുന്നംപറമ്പിലിനെ പോലെ അതല്ലെങ്കിൽ മറ്റു പല ആളുകളെ പോലെ ഒരുപാട് ആളുകൾക്ക് വ്യക്തമായ രീതിയിൽ ആവശ്യമുള്ള സമയത്ത് സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുകയും അതിനുവേണ്ടി ഒരുപാട് പരിശ്രമിക്കുകയും അതിനുവേണ്ടി പല ആളുകൾക്ക് മുമ്പിൽ കൈനീട്ടി ആളുകളെ സഹായിക്കാൻ ഉതകുന്ന രീതിയിൽ പല പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട് എന്നതിൽ ഒരുപാട് അഭിമാനം. പക്ഷെ അവരെ ഒക്കെയും തന്നെ പിന്നിലാക്കിക്കൊണ്ടാണ് ഇതുപോലുള്ള പുതിയ നന്മമരങ്ങൾ രൂപപ്പെടുന്നതും ഉടനെ തന്നെ ഇവരൊക്കെയും തന്നെ നന്മമരങ്ങളായി ഉയർത്തപ്പെടുന്നതും. സ്വന്തമായി ഒരു ജോലിയും ഇല്ലാതിരുന്ന ഇവരൊക്കെയും തന്നെ ഇതുപോലുള്ള ചാരിറ്റിയും ചെയ്ത് മുമ്പോട്ട് പോവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മാസങ്ങളോ വർഷങ്ങളോ കൊണ്ട് സ്വന്തമായി ഇന്നോവ, ഫോർച്യൂണറി പോലുള്ള ആഡംബര വാഹനങ്ങൾ സ്വന്തമാക്കുകയും വലിയ വീടുകൾ വെക്കുകയും ചെയ്യുന്ന ഒരുപാട് നന്മമരങ്ങൾ. അവരുടെ ഒക്കെയും തന്നെ വരുമാന മാർഗം എന്ന് പറയുന്നത് ഇതുപോലെ ആളുകൾക്ക് വേണ്ടി ചാരിറ്റി ചെയ്യുക, ആ ചാരിറ്റിയിലൂടെ തന്നെ നല്ല രീതിയിൽ കമ്മീഷൻ പറ്റുക, അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സുഖമായി ജീവിച്ചു പോവുക. എല്ലാവരെയും തന്നെ അത്ഭുതപ്പെടുത്തുന്ന വളർച്ചയുണ്ടായ ഒരുപാട് നന്മമരങ്ങൾ ഒരുപക്ഷെ നമുക്ക് കേരളത്തിൽ തന്നെ ഒരുപാട് ചൂണ്ടിക്കാണിക്കാനുണ്ടാവും. അതിനിടയ്ക്ക് ഇതുപോലെ ആളുകളെ അവസരം മുതലെടുത്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ഞരമ്പ് രോഗികളായ നന്മമരങ്ങളും ഉണ്ട്. അതിൽ ഒന്ന് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഈ വാക്യത്ത് കോയ. പക്ഷേ ഈ സാഹചര്യത്തിലൊക്കെ ഇവന്റെ വലയിൽ വീഴാതെ ഈ പെൺകുട്ടി കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ മനുഷ്യനെതിരെ കേസ് കൊടുക്കുകയും പിന്നീട് ഇത് മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയത് കൊണ്ട് തന്നെ ഒരുപാട് മനുഷ്യാവകാശ പ്രവർത്തകരടക്കം ഒരുപാട് ആളുകൾ ഇതിലൂടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ ഹോസ്പിറ്റലിൽ എത്തുകയും ആ പെൺകുട്ടിക്ക് വേണ്ടുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യാൻ മുതിരുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ 1.5 ലക്ഷം ഉണ്ടായിരുന്ന ബില്ല് 50,000 രൂപയായി കുറച്ചു നൽകാൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തയ്യാറാവുകയും എന്നാൽ ആ 50,000 ഒഴിവാക്കാൻ വല്ല വഴിയുമുണ്ടോ എന്ന രീതിയിൽ പ്രവർത്തിക്കുകയുമാണ് ഇപ്പോഴും ചെയ്യുന്നത്. പക്ഷേ ആ സാഹചര്യത്തിലൊക്കെ തന്നെ ഈ പെൺകുട്ടിക്ക് നല്ല രീതിയിൽ സഹായ വാഗ്ദാനവും നൽകി ഒരുപാട് ആളുകൾ മുമ്പോട്ട് വരികയും ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നല്ല രീതിയിൽ മനുഷ്യനെ സ്നേഹിക്കാൻ അറിയുന്ന, ആളുകൾക്ക് ആവശ്യം നോക്കി അവസരം നോക്കി സഹായിക്കാൻ അറിയുന്ന ഒരുപാട് ആളുകൾ കേരളത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ ആ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ ഫാദറും സേഫായി തന്നെ വീട്ടിലെത്തും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അതിനിടയ്ക്ക് മുതലെടുക്കാൻ വരുന്ന ഇതുപോലുള്ള ഞരമ്പ് രോഗികളെ തീർച്ചയായിട്ടും സൂക്ഷിക്കുക. ഇതുപോലുള്ളവർ എല്ലാ സമയത്തും തക്കം പാർത്ത് തന്നെയാണ് നിൽക്കുന്നത്. പല ആളുകളുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങി ഏതെങ്കിലും ആവശ്യമുള്ള പെൺകുട്ടികളെ മാത്രം നോക്കി സഹായിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവരുമായി കൂട്ടുകൂടുകയും അവരെ ലൈംഗികപരമായും മറ്റ് പലതരത്തിലും ചൂഷണം ചെയ്യാൻ ഉതകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുകയും ചെയ്യുന്ന ഒരുപാട് ഞരമ്പ് രോഗികൾ. തീർച്ചയായിട്ടും ഇതുപോലുള്ള ചെറ്റകളെ നിലക്ക് നിർത്തുക തന്നെയാണ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ഈ മനുഷ്യനെ ഓർത്തു വെക്കുന്നത് എന്നും നല്ലതാണ്. കാരണം ഇതുപോലെ സഹായ വാഗ്ദാനവുമായി വീണ്ടും ഇദ്ദേഹം വന്നേക്കാം.